മുഖത്ത് നോക്കി ചെറ്റത്തരവും തോന്നിവാസവും സദാചാരവും വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോ സോറി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി, വേദലക്ഷ്മി സോറി പറഞ്ഞിരിക്കുകയാണ് ഒനീലിനോട്. ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഒനീലിനോട് ഇപ്പൊ ഒരു മേക്കപ്പ് ഏരിയയിൽ വെച്ചിട്ട് ലക്ഷ്മി സോറി പറയുന്നുണ്ട്. അത് ആത്മാർത്ഥമായ ഒരു സോറിയോ കാര്യങ്ങളോ ഒന്നും അല്ല, അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യവും ഒനീലിനില്ല. സ്വാഭാവികമായിട്ടും ഒനീലിന്റെ ദേഷ്യം വന്നു, ആ ഒരു സോറി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അന്ന് രാത്രി ആ ഒരു സീൻ നടന്നിട്ട് ഒനീല് ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് ലക്ഷ്മിയുടെ അടുത്ത്. പക്ഷെ ഇത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നില്ല. മസ്താനി ആ പരിസരത്തൊന്നും ഇല്ല കേട്ടോ. ലക്ഷ്മിയോടായിട്ടാണ് ദേഷ്യപ്പെടുന്നത്. അത്രയും കട്ട കലിപ്പിലായിരുന്നു ഒനീല്. പറയുന്നത് ഇതാണ്: എനിക്ക് 10-42 വയസ്സായി, ഇത്രയും നാള് ജീവിച്ചിട്ട് ഓൾ ദ വുമൺ അറൌണ്ട് മീ ആർ സേഫ്. എന്റെ കരിയറിൽ ഒരുപാട് പേരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നവനാണ് ഞാൻ. എന്നെ നീ കുടുംബത്തിൽ പറക്കാത്തവൻ എന്ന് പറഞ്ഞു. എനിക്ക് നിന്റെ സോറി വേണ്ട എന്ന് തന്നെ പറയുന്നുണ്ട്. സോറി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ലക്ഷ്മി ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒനീലിനെ ബ്രേക്ക് ചെയ്യണമെന്നില്ല, ക്യാമറയ്ക്ക് വേണ്ടി അല്ല ഞാൻ ഈ സോറി പറയുന്നത്, എല്ലാവരോടും എനിക്ക് സോറി പറയണം. എന്ത് സോറി? ധാർമ്മികത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇവർക്കൊക്കെ. വലിയ ആക്ട്രസ് ആണെന്നൊക്കെയാണ് പറയുന്നത്, മോഡലാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തേലും ഒരു വെളിവും വിവരവും ഉണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കുന്ന ഒരു കാര്യമാണ് ആ വിളിച്ച് പറഞ്ഞത്. എല്ലാവരെയും വിളിച്ചിരുത്തി മാപ്പ് പറയണം എന്നുള്ള രീതിയിലൊക്കെ അഭിലാഷിനോട് പറയുന്നുണ്ട്. ഇപ്പൊ ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ വന്നിട്ട് നല്ലത് കൊടുക്കുമെന്ന് അറിയാം. കാരണം വേറൊരു കേസും കൂടെ ഉണ്ട്, ആദില നൂറോട് പറഞ്ഞ ആ ഒരു കേസും കൂടെ ഉണ്ട്. അതും ലക്ഷ്മിയുടെ മൈൻഡിൽ കൂടെ പോകുന്നുണ്ടാവാം. എന്നാലും ഒനീലിനോടായിട്ട് സോറി പറയുന്നുണ്ട് ഇന്ന്. ഒനീൽ ആ സോറി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും ആ മനുഷ്യൻ കൺഫെഷൻ റൂമിൽ ഇരുന്ന് പൊട്ടിക്കരയുന്ന നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ഒരാളെ തളർത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അത് അത്രയും ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനെ. ആ പുള്ളിയുടെ ഫാമിലിയും എല്ലാവരും ഇത് കാണുമ്പോൾ എന്തായിരിക്കും ഓർത്തോണ്ടിരിക്കുക? വളരെ മോശമായി പോയി കേട്ടോ. ലക്ഷ്മി ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരു രീതിയിലും ഒനിയിൽ മാപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. ലാലേട്ടൻ വന്നിട്ട് നമുക്ക് നോക്കാം. ലാലേട്ടന്റെ ഒരു പ്രോമോ ഒക്കെ വന്നിട്ടുണ്ട്. ലാലേട്ടൻ ഈ കേസ് നല്ല സീരിയസ് ആയിട്ട് തന്നെ എടുക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും